ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് കിച്ചൻ. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ചൗവരി പായസത്തിൻ്റെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതുപോലെ നല്ല ടേസ്റ്റിയുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ പായസം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. അതിനായി ആദ്യം വേണ്ടത് ചവ്വരിയാണ്. ഞാനിവിടെ ഒരു 1/4 കപ്പ് ചവ്വരി എടുത്തിട്ടുണ്ട്. നമുക്ക് ചവ്വരി ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ചവ്വരി നമുക്ക് ഒരു മണിക്കൂർ ഒന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായി വേണ്ടത് ക്യാരറ്റാണ്. ഞാനിവിടെ 2 ചെറിയ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് തൊലിയെല്ലാം കളഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഗ്രേറ്ററിൽ വെച്ച് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം. ഞാനിവിടെ ക്യാരറ്റ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതും ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പായസം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഇവിടെ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ബദാമും കാഷ്നട്ടും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ബദാമും കാഷ്നട്ടും റോസ്റ്റായി വന്നതിന് ശേഷം കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 കളറിലുള്ള ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തതിന് ശേഷം അതും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. നട്ട്സും ഉണക്കമുന്തിരിയെല്ലാം നന്നായിട്ട് തന്നെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ നെയ്യിൽ നിന്നും ഒന്ന് മാറ്റിയെടുക്കാം. നട്ട്സ് എല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതേ നെയ്യിലേക്ക് തന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റിന് 4-5 മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. ക്യാരറ്റിൻ്റെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ക്യാരറ്റിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി അതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. അത് നമുക്ക് നെയ്യിൽ നിന്ന് മാറ്റിയെടുക്കാം. ക്യാരറ്റും മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതേ പാനിലേക്ക് തന്നെ പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2.5 കപ്പ് പാലാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് ഇനി ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി തുടരെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്ത് ഈ പാല് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഇതുപോലെ ഇളക്കി കൊടുത്തില്ലെങ്കിൽ പാല് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. ഇതിപ്പോൾ പാല് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള ചവ്വരി വെള്ളമെല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട്. അത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചവ്വരി നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചിട്ട് എടുക്കണം. ഒരു 4-5 മിനിറ്റ് മതിയാകും ചവ്വരി വേകാനായിട്ട്. നമ്മൾ കുതിർത്തി വെച്ചിരുന്നതായതുകൊണ്ട് വേഗം തന്നെ ഇത് വെന്ത് കിട്ടും. നന്നായിട്ട് തന്നെ ഇതുപോലെ ഇളക്കി കൊടുത്ത് ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കാം. ചവ്വരി ഇപ്പോൾ നന്നായിട്ട് തന്നെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്.
നന്നായിട്ട് ചവ്വരി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വഴറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും കൂടെ ചേർത്തതിന് ശേഷം 2-3 മിനിറ്റ് നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ചിട്ടെടുക്കാം. ഇതിപ്പോൾ പായസം ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. കുറച്ചൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയ്ക്ക് പകരം കണ്ടൻസ്ഡ് മിൽക്ക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. പഞ്ചസാരയെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റായി വരണം. അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി അതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടെടുക്കാം. ലാസ്റ്റ് നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ചൊന്ന് തണുത്ത് വരുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് കുറുകി കിട്ടും. ഇത്രയും മതിയാകും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി